ഹലോ ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയല്ലേ കേട്ടോ. ഇന്നത്തെ മോൻ്റെ ചെറിയൊരു വിശേഷമായിട്ട് വരാമെന്ന് വിചാരിച്ചു, ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ വിളക്കൊക്കെ കത്തിച്ചു, മോൻ വന്ന് പ്രണാമമൊക്കെ ചെയ്തു, തീർത്ഥമൊക്കെ കഴിച്ചു. അപ്പോൾ കുറച്ച് നേരം ഞാൻ മന്ത്രം ചൊല്ലിക്കൊണ്ട് പീഠത്തിലിരുന്നു കേട്ടോ. അപ്പോൾ ഇവൻ ഡാഡി പോയത് ഞാൻ കണ്ടില്ല കേട്ടോ. ഭക്ഷണമൊക്കെ വച്ചു, മേശപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ചിട്ട് പോയി. അപ്പോൾ പോയപ്പോൾ ഗേറ്റ് പൂട്ടിപ്പോയി. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ പീഠത്തിലിരുന്ന് ഇവനെന്തെങ്കിലും ആരെങ്കിലും വന്നാലോ പോയിരുന്നാലോ അങ്ങനെ കാരണങ്ങളുണ്ടെങ്കിൽ ഞാൻ പീഠത്തിലിരിക്കുമ്പം ബാക്കിൽ കൂടെ വന്ന് എൻ്റെ തോളിൽ വന്ന് ഇങ്ങനെ ഉമ്മ വെക്കുക. അതായത് എന്തോ പോയെന്നോ വന്നെന്നോ അങ്ങനെയൊക്കെയാണ് പറച്ചിൽ. അപ്പം ഞാനിങ്ങനെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഇവൻ വന്ന് ഇങ്ങനെ തോളിൽ എൻ്റെ ഇതിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ, എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ഡാഡി പോയി, ചാവി അകത്തേക്ക് ഇട്ടിട്ട് പോയി, വച്ചിട്ട് പോയെന്നാണ് അവൻ പറയണത്. അവൻ അതാണ് വന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ളവന്മാരാണ് കേട്ടോ, ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ എൻ്റെ മോന്. അങ്ങനെ ഞങ്ങൾ കൊച്ചിന് ഫുഡൊക്കെ കൊടുത്തു വന്നു. മോക്കൊക്കെ രാവിലെയും തുടച്ചു കൊടുക്കും, ഭക്ഷണം കൊടുത്തിട്ടും പല്ലേൽപ്പിച്ച് കൊടുക്കും കേട്ടോ. അവനെ ഞാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എപ്പോഴും ഇരുത്തും കേട്ടോ. അപ്പോൾ കൊച്ച് പ്രണാം ചെയ്ത പൊന്ന, പ്രണാം ചെയ്തില്ലേ? പ്രണാം ചെയ്ത്. തീർത്ഥം കഴിച്ചോ? തീർത്ഥം കഴിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫോണെടുത്ത് കളിക്കുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഭയങ്കര ചൂടായിട്ടോ. ഉച്ച കഴിയുമ്പം ഒരു മഴ പെയ്യും, കറുത്തിരുണ്ട് വരും, ഇടിവെട്ടും. അത് കഴിഞ്ഞാൽ മഴയും ഇല്ല, ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂട്. അപ്പോൾ ഈ ചൂടത്ത് എല്ലാവരും പച്ചക്കറി കഴിക്കുക, പച്ചക്കറി കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞങ്ങൾ കൂടുതൽ പച്ചക്കറിയാണ് കഴിക്കുന്നത്. സലാഡുകളൊക്കെ ഒരുപാട് കഴിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ കുക്കുംബർ, സൊർഷ എന്ന് പറയും, സൊർഷ. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് മേടിക്കും കേട്ടോ. എല്ലാ ക്യാരറ്റ്, കുക്കുംബർ എല്ലാം ഇട്ട് ഡെയിലി ഞങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രി റൊട്ടിക്കും സലാഡ് ഉണ്ടായിരിക്കും കേട്ടോ. അതായത് കുക്കുംബർ ഒഴിച്ചുള്ള ഇതില്ല. അവിടുത്തെ പോലത്തെ വലിയ കുക്കുംബറല്ല, ചെറിയ ചെറിയ കുക്കുംബറാണ് കിട്ടുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് കുക്കുംബർ എന്ന് പറയുന്നത്, സൊർഷ. ഇതുപോലത്തതാണ് കിട്ടുന്നത് കേട്ടോ. ഇത് കയ്പുള്ളതുകൊണ്ട് കയ്പില്ലാത്തതുകൊണ്ട്. ഇച്ചിരി വലുത് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും കേട്ടോ. കയ്പാകുമ്പോൾ ഇവിടെ അങ്ങ് മുറിച്ച് നമ്മൾ ആ കറ എടുക്കും. ഞങ്ങൾക്ക് സലാഡ് ഇല്ലെങ്കിലും ഇത് ഓരോന്നും ഞങ്ങൾ ഡെയിലി ചോറിൻ്റെ കൂടെ കഴിക്കും കേട്ടോ. അതാണ് ഞങ്ങളുടെ സ്വഭാവം. പച്ചക്കറികൾ ഒരുപാട് കഴിക്കുക. ഞാൻ എൻ്റെ മോന് ക്യാരറ്റ്, ബീൻസ്, പപ്പായ ഒക്കെ കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇറച്ചിയായിരുന്നാൽ ചൂടത്തായിരുന്നാലും ഏത് കാലാവസ്ഥയിലും, തണുപ്പത്തായിരുന്നാലും ചൂടത്തായിരുന്നാലും മോൻ ശ്രദ്ധിക്കുന്നു കേട്ടോ. മഴയത്തായിരുന്നാലും പച്ചക്കറികളാണ് കൂടുതലും നല്ലത്. അത് വിഷാംശം അടങ്ങാത്ത പച്ചക്കറികളാണെങ്കിൽ നല്ലത് നമ്മുടെ വീടുകളിൽ. കാരണം കൂടുതലും പച്ചക്കറികളെന്ന് പറയുമ്പോൾ നമ്മൾ ബായ്ഗൺ, കത്തിരിക്ക മാത്രം കഴിക്കുക, വെണ്ടക്ക, എല്ലാ പച്ചക്കറികളും കഴിക്കണം. ഡെയിലി നമ്മൾ എന്തുണ്ടായിരുന്നാലും ഒരു 3-4 പച്ചക്കറികൾ വേണം. ഞാൻ പച്ചക്കറിയാണ് കേട്ടോ, വെജാണ്. അതുകൊണ്ടല്ല പറയുന്നത്, ഞാൻ വെജിറ്റബിൾ ആയതുകൊണ്ടല്ല പറയുന്നത്. ഞങ്ങളവിടെ എല്ലാം മത്തങ്ങ, ലവ്, ചൊരക്ക, ഇത് എല്ലാ പച്ചക്കറിയും മേടിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കും കേട്ടോ. സലാഡെന്ന് പറയുന്ന സാധനം ഡെയിലി ഉണ്ട്. പണ്ടൊക്കെ മലയാളികൾ ഇവിടെ വരുമ്പോഴേ എന്നോട് പറയും, മുയലിൻ ഭക്ഷണമാണ് ചേച്ചി കഴിക്കുന്നതെന്ന്. മുയലിൻ ഭക്ഷണം, അതായത് സലാഡുകൾ കുറേ കഴിക്കും, ഞങ്ങൾ പച്ചക്കറി കുറേ കഴിക്കും. അപ്പോൾ മുയലിൻ ഭക്ഷണമാണ് ഇവിടെ കൂടുതലെന്ന് പറയും കേട്ടോ. ക്യാരറ്റുകളൊക്കെ കഴിക്കുക. അങ്ങനെ നമ്മുടെ പച്ചക്കറി കൂടുതൽ വെക്കുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ വിറ്റാമിൻസ് കൂടുതലാണ്. കണ്ണിനൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ കിട്ടും. നമ്മൾ ഒരുപാട് പ്രായമായാലും കണ്ണട വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ രണ്ടാമത്തത് ഫെയറായിട്ടിരിക്കും. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റായിരിക്കും പച്ചക്കറികൾ കഴിക്കുമ്പോൾ. പിന്നെ കൂടുതൽ സലാഡൊക്കെ കഴിക്കുമ്പോഴും അങ്ങനെയാണ്. പിന്നെ കൂടുതൽ നമ്മൾ നമ്മുടെ നമ്മുടെ ആ നിറത്തിന് ഒരു മങ്ങൽ വരത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നിറം, ആ ഒരു നല്ല ഫെയർനെസ്സും നല്ല സ്കിന്നൊക്കെ നല്ല ഇതായിരിക്കും പച്ചക്കറി കഴിക്കുന്നത് കേട്ടോ. കൂടുതൽ റെഡ് മീറ്റൊക്കെ അവോയ്ഡ് ആക്കുന്നതാണ്. ഇപ്പം എന്താ പോലെ അവിടെ ഇരിക്കുക അമ്മയുടെ പൊന്നല്ലേ. അവിടെ ഇരുന്നേ. എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ. എല്ലാവർക്കും, എല്ലാ ചേച്ചിമാർക്ക്
ചേട്ടന്മാർക്ക് ആൻറ്റിമാർക്കൊക്കെ ഒരു ഹൈ കൊടുത്ത്. ഊണ് കഴിഞ്ഞല്ലോ, ഫുഡ് കഴിച്ചുകൊണ്ട് അവന് ഉറക്കം വരുന്നു കേട്ടോ. കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ പൊന്നു, ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. നമ്മുടെ ഗുഡ് ബോയ് ഒരു ഹായ് കൊടുത്തേ. ഹായ് കൊടുക്കൂ പൊന്നു, പ്ലീസ് പ്ലീസ് പ്ലീസ്. അമ്മയുടെ ഗുഡ് ബോയ്, അമ്മയുടെ ഗുഡ് ബോയ്, അമ്മയുടെ ഗുഡ് ബോയ് ഒന്ന് കൊടുത്തേ, കൊടുത്തേ. നമ്മുടെ പൊന്നു കൊടുത്തേ, ഗുഡ് ബോയ് കൊടുത്തേ. ഹായ്. ഇല്ലേ മമ്മ പോവേ, മമ്മ പിണങ്ങുവേ. ഒരു ഹൈ തന്നെ. ഓ, ഹൈ തരാൻ പറഞ്ഞപ്പോൾ കിടക്കുന്ന കള്ളക്കുട്ടെ, ഒരു ഹൈ തന്നേടാ, തന്നേടാ. അയ്യോ, എല്ലാവരും പിണങ്ങും പൊന്നിനോട്, പൊന്നിനോട് പിണങ്ങും എല്ലാവരും. ഒരു ഹൈ തന്നേ പൊന്നു, പോച്ചോ. ഹായ്, ഹായ് തന്നേ. കിടന്നും കൊണ്ടാ തരുന്നത് കേട്ടോ. ഞാനൊന്ന് ഒച്ച എടുത്തുകൊണ്ടൊക്കെ കിടന്നും കൊണ്ട് പക്ഷോ കയ്യിൽ മുഖമൊക്കെ കൊടുത്താൽ കിടക്കുന്ന. ഒരു ഹൈയും കൂടെ തന്നേ പൊന്നു, ഒരു ഗുഡ് മോർണിംഗ് കൂടെ തന്നേ പൊന്നു. ഹായ് തന്നെ പൊന്നു, തന്നെ പൊന്നു, അമ്മയുടെ പൊന്നു തന്നേ പൊന്നു. ഞാനേ ഈ ബോൺ ഞാൻ ബുള്ളറ്റിന് കൊടുക്കട്ടെ, ഈ ബോൺ ബുള്ളറ്റിന് കൊടുക്കട്ടെ മാമ, ഈ ബോൺ ബുള്ളറ്റിന് കൊടുക്കട്ടെ. നിനക്ക് ബുള്ളറ്റിനോട് ഭയങ്കര സ്നേഹമല്ലേ, അപ്പം ബോൺ മമ്മിയും ബുള്ളറ്റിന് കൊടുക്കാം. ആ എന്തോ, എന്തിനാ പോകുന്നേ? ആ വേണ്ട, നിനക്ക് ബുള്ളറ്റിനോട് ഭയങ്കര സ്നേഹമല്ലേ, അപ്പോൾ ഈ ബോൺ കൊടുക്കാൻ നോക്കട്ടെ മാമ, ഈ ബോൺ കൊടുക്കാൻ നോക്കട്ടെ. ബുള്ളറ്റിനോട് ഭയങ്കര സ്നേഹമല്ലേ? എന്ത് വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ ബുള്ളറ്റിനോട് സ്നേഹമല്ലേ നിനക്ക്? നോക്കൂ നോക്കൂ, പൊങ്ങിക്കേ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ? ബോൺ കൊടുക്കണ്ട അവന് കേട്ടോ. നിനക്ക് ബോൺ പൊന്നു, നിനക്ക് ബുള്ളറ്റിനോട് ഭയങ്കര സ്നേഹമല്ലേ, അപ്പം ഈ ബോൺ കൊടുത്താൽ എന്താ? ബോൺ കൊടുക്കട്ടെ മാമ, കൊടുക്കട്ടെ. എന്നാ കൊടുക്കാം. എന്നാ ബുള്ളറ്റ്, ബുള്ളറ്റ് എന്നാ എന്നാ ഇന്ന ബോൺ എടുത്തോടി, ബുള്ളറ്റ്. ചാടിപ്പിടിച്ചോ, ബുള്ളറ്റിന് കൊടുക്കട്ടെ മാമ. നിനക്ക് ഭയങ്കര സ്നേഹമല്ലേ, രാവിലെ ഡെയിലി ബുള്ളറ്റിനെ കാണാൻ പോവും, ബുള്ളറ്റ് നിൻ്റെ ജീവനാണ്. അപ്പം ഈ ബോൺ കൊടുത്താൽ എന്താ? അതല്ലേ സ്നേഹം. ആ അതല്ലേ സ്നേഹം. മോൻ്റെ സാധനങ്ങൾ കൊടുക്കുന്നതല്ലേ സ്നേഹം. അപ്പോൾ മോൻ്റെ സാധനങ്ങൾ കൊടുക്കൂല അല്ലേ? ആ അത് കൊടുക്കാം. അവൾക്ക് കൊടുക്കട്ടെ, ആ കൊടുക്കട്ടെ. വേണ്ട, എന്നാ 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 ബുള്ളറ്റ്, എന്നാ ബുള്ളറ്റ്, എന്നാ ബുള്ളറ്റ്, ഇന്ന ബുള്ളറ്റ്. എന്നാ 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 വാടി, എന്നാ എടുത്തോ. അയ്യോ, ഇത് കണ്ടോ, ഇത് കണ്ടോ മേടിക്കുന്നത് കണ്ടോ? ഇതാണ് കേട്ടോ എത്ര സ്നേഹമാണെങ്കിൽ എൻ്റെ സാധനം ഞാൻ ആർക്ക് കൊടുക്കില്ല കേട്ടോ. എത്ര സ്നേഹമാണെങ്കിൽ എൻ്റെ ബോണിൽ തൊട്ട് കളിക്കരുത് കേട്ടോ. സ്നേഹമൊക്കെ സ്നേഹം തന്നെ, പക്ഷെ അവൻ്റെ ടോയ്സ് മാത്രം, ഇതിന് മാത്രമേ അവൻ വയലൻ്റ് ആവുള്ളൂ കേട്ടോ. അവൻ്റെ ബോളും കൊടുക്കുമ്പോൾ മാത്രമേ വയലൻ്റ് ആവത്തുള്ളൂ. ഇത് കണ്ടോ, അത് ഞാനൊന്ന് കാണിച്ചു തന്നതാണ്. അല്ല പൊന്നിന് ബുള്ളറ്റിനോട് ഭയങ്കര സ്നേഹമല്ലേ, അപ്പോൾ മോൻ്റെ ടോയ്സ് കൊടുത്താൽ എന്താ? അതല്ലേ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടല്ലോ, ബോണ് കൊടുക്കാൻ പോയപ്പോൾ ബുള്ളറ്റിന് ബോൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ചാടി പിടിച്ചത് കണ്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, വ്യൂവേഴ്സൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം, ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണേ. അതുവരേക്കും ബൈ.